ഉമ്മ എന്ന് പറയുമ്പം നിങ്ങൾ മനസ്സിലേക്ക് ഓടിയിരുന്ന ഇമേജ് എന്താ? നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള, നല്ല ടോളറൻസ് ഉള്ള ഒരു പെർഫെക്റ്റ് പേഴ്സൺ. ഇതാണ് ഇമ്മനെ പറ്റിയുള്ള എൻ്റെ മനസ്സിലെ പിക്ചറൈസേഷൻ. 2 ടൈപ്പ് ഓഫ് ആളുകളുണ്ട്. കല്യാണത്തിന് ശേഷം ജീവിക്കാൻ തുടങ്ങുന്നവരും കല്യാണത്തിന് ശേഷം ജീവിക്കാൻ മറന്നു പോകുന്നവരും. ഉമ്മ എന്ന് പറഞ്ഞാൽ ഇതിൽ 2ാമത്തെ ടൈപ്പാണ്. ഉമ്മ ഒറ്റ മോളായതുകൊണ്ട് തന്നെ നല്ല പുന്നരിച്ചിട്ടാണ് വളർത്തിയത്. ആളൊരു ഡാഡീസ് പ്രിൻസസ് ആണ്. വലിയപ്പ ഉമ്മൻ്റെ വാശിക്കും ദേഷ്യത്തിനും ഒക്കെ നിന്നു കൊടുക്കും. വെറും 4-5 ആൾക്കാരുടെ സ്വന്തം ഇഷ്ടത്തിനും വാശിക്കും അനുസരിച്ച് ജീവിച്ച അമ്മനെ പെട്ടെന്നൊരു ദിവസം കൊണ്ട് 10-12 ആൾക്കാരുള്ള ഒരു വലിയ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടാൽ എങ്ങനെ ഉണ്ടാവും? അതുവരെ കളിച്ചും ചിരിച്ചും എല്ലാത്തിലും ആക്റ്റീവായി നടന്നുകൊണ്ടിരുന്ന അമ്മ പെട്ടെന്ന് ഒന്നിലേക്കില്ലാതെ ഒതുങ്ങിക്കൂടാൻ തുടങ്ങി. എല്ലാ കാര്യങ്ങളും പാരൻസായിട്ട് ഷെയർ ചെയ്തുകൊണ്ടിരുന്ന അമ്മ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഒരു പരാതിയും പരിഭവമില്ലാത്ത ആളായി മാറി. എന്തൊക്കെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വന്നാലും അമ്മ ആരോടും പറയാണ്ടായി. അത്രയും ആക്റ്റീവായി നടന്നുകൊണ്ടിരുന്ന അമ്മ അത്രയും തന്നെ ആരും അറിയാതെ ഒതുങ്ങിക്കൂടാൻ തുടങ്ങി. അമ്മ ഒരുപാട് മാറിയതല്ല, മാറ്റിയെടുത്തു. പക്ഷെ അതൊന്നും ഉമ്മക്ക് വേണ്ടിയായിരുന്നില്ല, വേറെ ആർക്കൊക്കെ വേണ്ടി. ഉമ്മക്ക് ഒരു വാല്യം കൊടുക്കാത്ത കുറച്ച് ആളുകൾക്ക് വേണ്ടി. അന്നൊക്കെ ഇന്നെ ആലോചിച്ചിട്ട് ഒരുപാട് സഹിച്ചും ക്ഷമിച്ചും അവിടെ പിടിച്ചു വന്നു. ഞാനിപ്പോൾ പറഞ്ഞത് എൻ്റെ അമ്മൻ്റെ മാത്രം കഥ ആയിരിക്കില്ല. സ്വന്തം ജീവിതം മറ്റു പലർക്കും വേണ്ടി ജീവിച്ചു തീർത്ത ഒരുപാട് വീട്ടമ്മമാരുടെ കഥയായിരിക്കും. ഉമ്മ എന്നോട് ഇപ്പം അടുത്താണ് ഉമ്മൻ്റെ ലൈഫ് സ്റ്റോറിയൊക്കെ പറഞ്ഞിരുന്നത്. ഇത്രയും ചെറുപ്പത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ വളരെ മെച്ചോർഡായിട്ട് ഹാൻഡിൽ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സത്യത്തിൽ ഭയങ്കര അത്ഭുതമാണ് തോന്നിയത്. അതങ്ങനല്ലേ, ജീവിതത്തിൽ പലതും നമ്മൾ കാണാതെ പഠിക്കുന്നതല്ലല്ലോ, ഓരോ ലൈഫ് എക്സ്പീരിയൻസ് കൊണ്ട് നമ്മൾ മാറുന്നതല്ലേ. ഞാൻ പഠിച്ച് നല്ലൊരു ജോലി വാങ്ങണം, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണമെന്നൊക്കെ മറ്റാരെക്കാളും ആഗ്രഹിക്കുന്നത് ദമ്മാണ്. പണ്ടൊക്കെ നമുക്ക് ഒരു വേലയും കൊടുക്കാണ്ട് വെറും അടുക്കളക്കാരിയാക്കി നിർത്തിയ പലരും ഇന്നും എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഒരു കുറവും ഉമ്മ വരുത്തലില്ല. ഓരെ നല്ല സ്നേഹത്തോടെയും റെസ്പെക്റ്റോടെയും കൂടിയിട്ടാണ് ഉമ്മ എപ്പോഴും സ്വീകരിക്കല്. എന്തിനാ അങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് ഒറ്റ ആൻസറേ ഉള്ളൂ, ഓരെ പോലെ നമ്മളും ചെയ്താൽ പിന്നെ നമ്മൾ ഒരു തമ്മിൽ എന്താ വ്യത്യാസം? ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ലെങ്കിലും പാർഷ്യലി ഞാൻ ഓക്കെയാണ്.